ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ദർസ് നമ്പർ 128. ബാബു മാ ജാഅ മിനത് തഗ്ലീദ് ഫീ മൻ അബദല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സ്വാലിഹിൻ ഫകൈഫ ഇദാ അബദഹു. സ്വാലിഹായ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത് വെച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലെ മുന്നറിയിപ്പ് സംബന്ധിച്ച. അപ്പോൾ ആ വ്യക്തിയെ തന്നെ, ഖബറാളിയെ തന്നെ ഇബാദത്ത് ചെയ്താൽ, ആരാധന ചെയ്താൽ എങ്ങനെയായിരിക്കും? അതിനേക്കാളും ഗൗരവതരമാണല്ലോ എന്ന ബാബ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷറഹ് തുടരുകയാണ്. ഇപ്പോൾ കുറച്ച് ഹദീസുകൾ പറഞ്ഞു. യുസ്തഫാദു മിൻ ഹാദൈനിൽ ഹദീസൈൻ, ഈ രണ്ട് ഹദീസുകളിൽ നിന്ന് പ്രയോജനം സിദ്ധിക്കും, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് മസായിലുൻ അദീമത്തുൻ, മഹത്തായ ചില അല്ലെങ്കിൽ വലിയ ചില പ്രധാനപ്പെട്ട ചില മസ്അലകൾ. അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസ്അല തഹരീമുൽ ബിനാഇ അലൽ ഖുബൂരി, ഖബറുകൾക്ക് മേൽ എടുപ്പുകൾ എടുക്കൽ ഹറാമാണ് എന്നതാണ് ഒന്നാമത്തെ മസ്അല. ലിഅന്ന ദാലിക വസീലത്തുൻ ഇല ശിർക്ക് ബില്ലാഹി അസ്സ വജൽ, കാരണം അത് അല്ലാഹു അസ്സ വജൽ ഷിർക്കിലേക്കുള്ള ഒരു വസീല ആണ്, വഴിയാണ്. ലിഅന്നൽ ഖബറ ഇദാ ബുനിയ അലൈഹി ബിനിയ്യത്തുൻ, കാരണം ഖബർ അതിന്മേൽ എടുപ്പ് എടുക്കപ്പെട്ടാൽ, ഔ ജുഇല അലൈഹി സതായിറുൻ വസുഖുറുഫുൻ, അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ തുണികൾ അല്ലെങ്കിൽ സുഹുറുഫ് അലങ്കാരം ഒക്കെ ചെയ്താൽ, എന്താണ് സത്തായർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജാറം മൂടുന്ന പരിപാടി കണ്ടല്ലോ, അതുപോലത്തെ അങ്ങനെയുള്ള കട്ടനുകളൊക്കെ ഇടാം. അങ്ങനെ ചെയ്താൽ അതിലെന്താണ് സംഭവിക്കുന്നത്? കാരണം അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരും ജാഹിലീങ്ങളും അറിവില്ലാത്തവരും അതുകൊണ്ട് പരീക്ഷിക്കപ്പെടും. അവർ വിചാരിക്കും ഇതിന് ഖബറിന്റെ മേലെ പ്രത്യേകമായിട്ട് ഒരു പുതപ്പ് വിരിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, അതിൽ ചില രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ടല്ലാതെ അല്ല എന്ന്. അപ്പൊ ഈ ഖബർ എന്ന് പറയുന്നത് അത് ഇബാദത്തിനുള്ള ഒരു സ്ഥാനമാണ്, ദുആക്കുള്ള ഒരു സ്ഥാനമാണ്, അതേപോലെ ആവശ്യങ്ങൾ തേടാനുള്ള ഒരു സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കും. കമാഹുൽ വാഖ്, ഇപ്പൊ സംഭവിക്കുന്നത് പോലെ. ഒരു ഇക്കാരണത്താൽ കാന ഹദിയുൽ ഇസ്ലാമി ഫിൽ ഖുബൂരി, ഖബറുകളുടെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നടപടി എന്നത് അന്നൽ മയ്യത്ത് യുദ്ഫനു ഫിൽ മഖ്ബറത്തിൽ ആമ്മത്തി, മയ്യത്തിനെ പൊതു ഖബർസ്ഥാനിലാണ് മറമാടപ്പെടേണ്ടത്. അംവാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിലെ മരിച്ചവരെ മറ്റു മയ്യത്തുകളുടെ കൂടെ. യുദ്ഫനു ഫി തുറാബി ഖബരിഹി അല്ലദീ ഹുഫിറ മിൻഹു, ഏതിൽ നിന്നാണ് ഖബറിൽ, ആ ഖബറുണ്ടല്ലോ, ആ ഖബറിൽ മറമാടപ്പെടണം, കുഴിക്കപ്പെട്ട, എന്നിട്ട് ആ തുറാബ് കൊണ്ട് തന്നെ മറമാടണം. ഖബർ കുഴിച്ച ആ കുഴിയിലെ മണ്ണ് കൊണ്ട് തന്നെ മൂടപ്പെടണം എന്നതാണ്. ലാ യുസാദു അലൈഹി, എക്സ്ട്രാ മണ്ണ് എടുക്കരുത്, അധികം മണ്ണ് വരരുത്. വയുർഫഅ അനിൽ അർദ് ഖദറ ശിബ്രിൻ മിന തുറാബി, ഒരു ചാൺ കൊണ്ട് ഭൂമിയിൽ നിന്ന് ഉയർത്തണം, ഒരു ചാൺ മാത്രം. മിൻ അജ്ലി അൻ യുറഫ അന്നഹു ഖബറുൻ, അത് ഖബറാണ് എന്ന് അറിയപ്പെടാൻ. ഫലാ യുദാസു, അങ്ങനെ ചവിട്ടി മെതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. വലാ യുബ്നാ അലൈഹി ശൈഉൻ, ഖബറിന്റെ മേലെ ഒന്നും പണിയപ്പെടരുത്, നിർമ്മാണം ഒന്നും പാടില്ല. ഹകദാ കാന ഖബറു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. വകാനത്ത് ഖുബൂറു സ്വഹാബത്തി ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബാക്കളുടെ ഖബറുകളൊക്കെ ഇങ്ങനെയായിരുന്നു. വഹാദാ ഹുവ ഹദിയുൽ ഇസ്ലാമി ഫിൽ ഖുബൂർ, ഇതാണ് ഖബറുകളുടെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നടപടി. ലാ യുബ്നാ അലൈഹാ ബിനിയ്യത്തുൻ, ഖബറിന്റെ മേലെ ഒരു എടുപ്പ് എടുക്കപ്പെടരുത്. വലാ യുക്തബു അലൈഹ, ഖബറിന്റെ മേലെ എഴുതപ്പെടാൻ പാടില്ല. വലാ തുസഖറഫു, അത് അലങ്കരിക്കപ്പെടാൻ പാടില്ല. വലാ തുജസ്സസു, അത് കുമ്മായമിടപ്പെടാൻ പാടില്ല. ലിഅന്ന ഹാദിഹിൽ ഉമൂറ, കാരണം ഇക്കാര്യങ്ങൾ ഇദാ ഫുഇലത്, അങ്ങനെ അത് പ്രവർത്തിക്കപ്പെട്ടാൽ സ്വാറത്ത് വസീലതൻ ഇല ശിർക്കി, അത് ഷിർക്കിലേക്കുള്ള ഒരു വഴി, വസീലയാകും. വഖദ് അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, ബി ഹദ്മിൽ ഖുബൂരിൽ മുശ്രിഫത്തി,
മുഷ്രിഫത്തായ ഉയർത്തപ്പെട്ട ഖബറുകളെ പൊളിക്കൽ കൊണ്ട്. ഫഖാല ലി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദാ ഖബറൻ മുഷ്രിഫൻ, ഉയർത്തപ്പെട്ട ഒരു ഖബറും നീ വെച്ചേക്കരുത്, അതങ്ങനെ വിട്ടേക്കരുത്. യാനി ഉദ്ദേശിക്കുന്നത് മുർത്തഫിയാണ്, ഉയർത്തപ്പെട്ട. മുഷ്രിഫൻ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ട, മുർത്തഫിയാണ്. ഇല്ലാ സവ്വൈതഹു, അതിനെ നിരപ്പാക്കിയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ട ഖബറൊക്കെ നിരത്താം അർത്ഥം. യാനി ഉദ്ദേശിക്കുന്നത് ഹദം തമാ അലൈഹി മിനൽ ബിനാഇ, ഖബറിന്റെ മേലുള്ള എടുപ്പുകൾ നീ പൊളിക്കണം എന്നർത്ഥം. ഹത്താ യുസ്ബിഹ കസാഇരിൽ ഖുബൂരില്ല, അത് മറ്റ് ഖബറുകളെ പോലെ ആകുന്നവരെ. ലാ യുൽഫിതു നവറ വലാ യുഫ്തതനു ബിഹി, അപ്പോൾ അതുകൊണ്ട് പരീക്ഷിക്കപ്പെടില്ല. ഫൽ ഖുബൂറു ഇദാ കാനത് അലൽ ഹദീസ് ശർഈ ലാ യുഫ്തതനു ബിഹ, അപ്പോൾ ഖബറുകൾ ഷറഇന്റെ ആ നടപടിക്രമം അനുസരിച്ചാണെങ്കിൽ അതുമൂലം പരീക്ഷിക്കപ്പെടുകയില്ല. അമ്മ ഇദാ ബുനിയ അലാ ബാദിഹ, എന്നാൽ അതിൽ ചില ഖബറുകൾക്ക് മേലിൽ എടുപ്പെടുക്കപ്പെട്ടാൽ, വജുസ്സിസ കുമ്മായപ്പെടപ്പെട്ടാൽ, വസുഖരിഫ അത് അലങ്കരിക്കപ്പെട്ടാൽ, ഫൈനന്നാസ് സയൻസരിഫൂന ഇലൈഹി വലാ ബുദ്ദ, അപ്പോൾ പിന്നെ ജനങ്ങൾ അതിലേക്ക് തിരിയും എന്നുള്ള കാര്യം പിന്നെ ശരിയാണ്. അതായത് ജനങ്ങൾ അതിലേക്ക് പോവുക തന്നെ ചെയ്യും, അത് ഒരു ആരാധനാ കേന്ദ്രമാക്കും. മസ്അലത്തു സാനിയത്തു, രണ്ടാമത്തെ മസ്അല, ഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുണ്ട്, തെളിവുണ്ട്, അലാ തഹരീമിൽ ഇബാദത്തി ബിൽ ഖബർ, ഖബറിന്റെ അടുത്ത് ഇബാദത്ത് ഹറാമാണ് എന്നതിന്മേൽ. ഹത്താ വലൗലം യുബ്ന അലൈഹി ബിനിയത്തൻ, അതിന്റെ മേൽ എടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും. അപ്പൊ ഖബർ കെട്ടിപ്പൊക്കിയാൽ മാത്രമല്ല ഹറാം വരിക, അത് ഖബറിന്റെ അടുത്ത് ഇബാദത്ത് ചെയ്താൽ അത് ഹറാമാണ്. ഖബറിന്റെ അടുത്ത് ഇബാദത്ത് ചെയ്യാന്നാൽ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക, ഖബറാളിക്ക് വേണ്ടിയുള്ള മയ്യത്ത് മറ്റു നിസ്കാരങ്ങൾ. അതേപോലെ ചില ഖബറുകളുടെ അടുത്ത് പ്രത്യേകമായിട്ട് ദുആക്ക് ഇജാബത്ത് കിട്ടും എന്ന ഉദ്ദേശത്തിൽ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ ദുആ ചെയ്യാം. ലാ ബി ദുആഇൻ വലാ ബി സ്വലാത്ത്, നിസ്കാരം കൊണ്ടോ ദുആ കൊണ്ടോ, വലാ ബി ദബ്ഹിൻ, ദബ്ഹ് അറബ് കൊണ്ടോ, വലാ ബി നദരിൻ നേർച്ച കൊണ്ടോ, വലാ ബി ഗൈരി ദാലിക് ഇത് മറ്റ് ഇതല്ലാത്തത് കൊണ്ട്, ഇതൊന്നും ഇങ്ങനെയുള്ള ഇബാദത്തൊന്നും പാടില്ല. വഇന്നമാ ഹദിയുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ശരിയ എന്നത് ഇത് മാത്രമാണ്. അന്ന ഖുബൂറ, നിശ്ചയം ഖബർ എന്നത്, തുസാറു അത് സന്ദർശിക്കപ്പെടണം, മിൻ അജ്ലി സലാമി അലൽ അംവാത്തി. അപ്പോൾ ഖബറിന്റെ അടുത്തുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് അനുവദനീയമായ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അത് സുന്നത്തുള്ള കാര്യങ്ങൾ എന്താണ്, മരിച്ചവർക്ക് വേണ്ടിയിട്ട് സലാം എന്ന നിലക്ക് സന്ദർശിക്കപ്പെടണം, സലാം ചൊല്ലാൻ. വദ്ദുആഇ ലഹും ബിൽ മഗ്ഫിറതി വറഹ്മ, അപ്പോൾ അവർക്ക് ആ ഖബറാളികൾക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്ത് പാപമോചനം കൊണ്ടും, റഹ്മത്ത് കാരുണ്യം കൊണ്ടും പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കുക. ഇതുപോലുള്ള പ്രാർത്ഥന. അപ്പോൾ ദുആ ഖബറിന്റെ അടുത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ചില ഖബറുകൾ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുത്ത് നിന്ന് ചെയ്താൽ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് പ്രത്യേകം ഇജാബത്തുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യരുത് എന്നതാണ്. അതല്ലാതെ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യരുത് എന്നല്ല. ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യൽ ഷറാക്കപ്പെട്ടതാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ സന്ദർശകൻ, ഖബർ സന്ദർശിക്കുന്ന ആള് മരണത്തിന്റെ ഹാലുകളെ സംബന്ധിച്ച് അയാൾ ബോധവാനാകുക എന്നതും. ഹാദാ ഹുവ ഹദിയുൽ ഇസ്ലാമി ഫിൽ ഖുബൂർ, ഇതാണ് ഖബറുകളുടെ വിഷയത്തിൽ ഇസ്ലാമിന്റെ ശരിയ. വഅല്ലാ തുഹാനൽ ഖുബൂർ ഐദൻ, അതേപോലെ തന്നെ ഖബർ നിന്ദിക്കപ്പെടാൻ പാടില്ല. വലാ തുംതഹൻ വൽ ഹാഫദു അലൈഹി, ഖബർ സൂക്ഷിക്കപ്പെടണം. ഫലാ തുഹാനു വലാ തുദാസു, ചവിട്ടുമെതിക്കപ്പെടാനോ നിന്ദിക്കപ്പെടാനോ ഒന്നും പാടില്ല. ഫഹദിയുൽ ഇസ്ലാമി വസത്തുൻ ബൈന ഇഫ്റാത്തിൻ വ തഫ്രീത്തിൻ, അപ്പോൾ ഇഫ്രാത്തിനും തഫ്രീത്തിനും ഇടയിൽ, അതായത് അമിതത്വമല്ല തീരെ അവഗണനയില്ല, അത് രണ്ടിനും കൂടി ഇടയിൽ ആണ് ഇസ്ലാമിന്റെ ചര്യ. മധ്യനിലയിലാണ്. ബൈനൽ ഉലുവി ഫിഹ വ ബൈന തസാഹുലി ഫി ശൈനിഹ വ ഇഹാനതിഹ. അപ്പോൾ ഖബറുകൾ നിന്ദിക്കുക, അതിനെ അവഗണിക്കുക എന്നുള്ള അതിൻ്റെയും, അതേപോലെ ഖബറുകളെ അമിതമായിട്ട് ഖബറാളികളെ ആദരിക്കുക, അതിൻ്റെ വിഷയത്തിൽ അതിര് കവിയുക എന്നതിൻ്റെയും കൂടി ഇടയിൽ ആണ് ഇസ്ലാമിന്റെ നിലപാട്. യുഹാഫിദു അലൈഹ അൽ ഇസ്ലാം, ഇസ്ലാം അതിനെ സംരക്ഷിക്കുന്നു. വലാകിന്നഹു, പക്ഷേ ലാ യഗ്ലു ഫിഹ, അതിന്റെ വിഷയത്തിൽ ഇസ്ലാം അതിര് കവിയുന്നില്ല. ഹദിയുൽ ഇസ്ലാമി ഹുവ അൽ വസത്തു ഫി കുല്ലി ഷൈ, ഇസ്ലാമിന്റെ ചര്യ എന്നത് എല്ലാ കാര്യത്തിലും മധ്യ നിലപാട്. വൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതി. ലിഅന്ന മിനൻ നാസി മൻ യംതഹിനുൽ ഖുബൂറ, കാരണം മനുഷ്യരിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഖബറുകളെ നിസ്സാരമാക്കുന്നവരുണ്ട്. വയബ്നി അലൈഹാ അൽ മസാകിൻ, എന്നിട്ട് ഖബറിന്റെ മേലെ
ഈ പാർപ്പിടങ്ങൾ പണിയുന്നവരുണ്ട്. ഔ യജഅലുഹ മഹല്ലൽ ഖുമാമാത്തി വൽ ഖാദൂറാത്തി, അല്ലെങ്കിൽ ഈ ചപ്പ് ചവറുകളൊക്കെ വലിച്ചെറിയാനുള്ള സ്ഥലമാക്കുന്നവരുണ്ട്. അപ്പൊ അതൊന്നും പാടില്ല. ഔ ബി ദൗസിൻ അഖ്ദാമി അലൈഹ, അല്ലെങ്കിൽ ചവിട്ടി പതിക്കുന്ന സ്വഭാവക്കാരുണ്ട്. ഔ മുറൂറിൽ ഹയവാനാത്തി അലിഹ, അല്ലെങ്കിൽ കബറുകൾക്ക് മേൽ മൃഗങ്ങൾ സഞ്ചരിക്കാം, ഇതിനൊക്കെ അനുവദിക്കാം. ആ രൂപത്തിൽ കബറുകളെ സംരക്ഷിക്കാതിരിക്കാം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഔ യഖുദൂന ഹവായിജഹും വയബൂലൂന അലിഹ, അല്ലെങ്കിൽ അവരുടെ ഖളാഉൽ ഹജാത്ത്, അല്ലെങ്കിൽ അതായത് കാഷ്ടിക്ക, അല്ലെങ്കിൽ ഔ വയബൂലൂന അലിഹ, അതിന്മേൽ മൂത്രിക്ക, കബറിന്റെ മേൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആൾക്കാർ, അതൊന്നും പാടില്ല. വഹാദ ഹറാമുൻ ലാ യഖറുഹുൽ ഇസ്ലാം, ഇതൊക്കെ ഹറാമാണ്, ഇസ്ലാം അംഗീകരിക്കുന്നത്. മൂന്നാമത്തെ മസ്അല ഫീഹി ദലീലുൻ അലാ തഹരീമി നസ്ബി സുവരി മിന തമാതീലി വഗൈരിഹ, ചിത്രങ്ങൾ സ്ഥാപിക്കൽ, ബിംബങ്ങൾ ചിത്രങ്ങളൊക്കെ അത് ഹറാമാണ് എന്ന് തെളിവുണ്ട്. അന്നദാലിക വസീലത്തിന്റെ ഷിർക്ക്, കാരണം അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. ബിഹാദിഹി സുവരി, ഈ ചിത്രങ്ങൾ കാരണമായിട്ട്. വലൗ അലാൽ മദൽ ബഈദ്, അത് കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും. കമാ ഹസല ഫി ഖൗമി നൂഹ്, നൂഹ് അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ സംഭവിച്ചതുപോലെ. അൽ മസ്അലത്തു റാബിയ, നാലാമത്തെ മസ്അല ഫീ ദലീലുൻ അലാ അന്ന നിയ്യത അസ്വാലിഹത ലാ തുസവ്വിഉൽ അമല സയ്യ, നല്ല നിയ്യത്താന്ന് വിചാരിച്ചിട്ട് ചീത്ത പ്രവൃത്തി അത് അനുവദനീയമാവൂല. ഫഹഉലായി, അപ്പൊ ഈ കൂട്ടർ ഇന്നമാ ഫഅലു ഹാദാ ലിദന്നിഹിം അന്ന ഫീഹി ഖൈറ, ഈ കബർ കെട്ടിപ്പൊക്കിയ ആൾക്കാരുണ്ടല്ലോ സ്വാലിഹ്യങ്ങളുടെ, അതിൽ നന്മണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് പ്രവർത്തിച്ചത്, നന്മണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അവർ പ്രവർത്തിച്ചത്. വഫീഹി തദക്കുറൻ ലിഅഹ്വാലി ഹഉലായി സ്വാലിഹീന, ഈ സ്വാലിഹീങ്ങളെ അവസ്ഥകൾ ഓർക്കൽ അതുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. ഔ ഇക്റാമുൽ സ്വാലിഹീന, അല്ലെങ്കിൽ ഈ സ്വാലിഹീങ്ങൾക്ക് ഒരു ആദരവ് എന്നുള്ളതാണ് അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കിയത്. കമാ യഖൂലൂൻ, അവർ പറയുന്നത് പോലെ. ഔ തഖ്ലീദൻ ലിദിക്റാഹും, അല്ലെങ്കിൽ അവരുടെ മെമ്മറീസ്, ദിക്ർ, ഓർമ്മകൾ ശാശ്വതമാകാൻ വേണ്ടിയിട്ട്. ഫഹാദ, അപ്പൊ ഇത് ഇൻകാന ഖസ്തുഹും ഫീഹി ഹസന, ഇതിൽ അവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിലും ഫഇന്ന ഹാദൽ അമല ഗൈറു മശ്റൂഇൻ, ഈ പ്രവൃത്തി ശറഅക്കപ്പെട്ടതല്ല, അത് നിയമവിധേയമല്ല, ഇസ്ലാമിൽ നിയമത്തിനെതിരാണ്. ലിഅന്നഹു യുഫ്ളി ഇല ശിർക്ക് ഫിൽ ഇബാദത്തി, കാരണം ഇബാദത്തിൽ ഷിർക്കിലേക്ക് അത് നയിക്കും. വശാരിഉ ജാഅ ബിസദ്ദി ദറാഇഅൽ മുഫ്ദിയത്തി ഇല ശിർക്ക്, അപ്പോൾ ഷിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ, അത്തരം വഴികളെ തടഞ്ഞുകൊണ്ടാണ് ശാരിക വന്നിട്ടുള്ളത്. ദൂന നളറിൻ ഇല നിയ്യാത്തി അസ്ഹാബിയ, അത് ചെയ്യുന്ന ആളുകളുടെ നിയ്യത്തുകൾ പരിഗണിക്കാതെ. അപ്പോൾ നല്ല കാര്യം ആണെന്ന് കരുതിയിട്ട് ചെയ്താൽ പോരാ, അത് ശറഅയിൽ അനുവദനീയമായിരിക്കണം എന്നതാണ്. അൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ മസ്അല ഫീഹി ദലീലുൻ അലാ ജവാസി ലഅനിൽ കുഫാരി വഅസ്ഹാബിൽ കബായിരി അലാ വജ്ഹിൽ ഉമൂം, മൊത്തത്തിൽ വൻദോഷം ചെയ്യുന്നവരെയും അതേപോലെ കാഫിര്യങ്ങളെയും ലഅന് ചെയ്യാം, ശപിക്കൽ അനുവദനീയമാണ് എന്നതിന് ഇതിൽ തെളിവുണ്ട്. പക്ഷെ ഒരു വ്യക്തിയെ ശപിക്കാൻ പറ്റാത്തതാണ്. ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനൽ യഹൂദ വൻ നസാറ, കാരണം യഹൂദി നസാറാക്കളെ നബി ശപിച്ചു. അതെങ്ങനെ? അവര് അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ എന്താക്കി? മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നതുകൊണ്ട്. ഫലഅനുൽ കുഫാരി വഅസ്ഹാബിൽ കബാരി അലൽ ഉമൂമി ലാ ബഅസ ബിഹി ലിഅജ്ലി തൻഫീരി ഫി ഫിഅലിഹിം, അവരുടെ ആ പ്രവൃത്തിയിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരം ശാപം. അമ്മാ ലഅനുൽ മുഅയ്യനി ഫഫീഹി ഖിലാഫ്, എന്നാൽ ഇന്നാലിന്ന ഒരു നിശ്ചിത വ്യക്തിയെ, ഒരു പ്രത്യേക വ്യക്തിയെ, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ശപിക്കുക എന്നത് അതിൽ ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ശരിയല്ല എന്ന നിലപാടാണ് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് തോന്നുന്നത്. അല്ലാഹു അഅലം. അൽ മസ്അലത്തു സാദിസ, ആറാമത്തെ മസ്അല ഫീൽ ഹദീസൈനി ദലീലുൻ അല തഹ്ദീരി മിന തശബ്ബുഹ് ബിൻ നസാറ, നസാറാക്കളോട് സദൃശമാകൽ, തശബ്ബുഹ്, അതിനെതിരെയുള്ള വാണിംഗ്, മുന്നറിയിപ്പ്, അതിന് ഇതിന് തെളിവുണ്ട്. ലിഅന്നൽ ബിനാഅ അലൽ ഖുബൂരി വസ്സലാത്തു ഇൻദഹാ മിൻ ഹദീൻ നസാറ, കാരണം ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്നതും അതിൻ്റെ അടുത്ത് നിസ്കരിക്കുക എന്നതും നസാറാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്. വനഹ്നു മൻഹിയൂന അൻ ഹദീൻ നസാറ, നസാറാക്കളുടെ ചര്യ പിൻപറ്റലിനെ നാം നിരോധിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന്. ഫീ ഖൗലി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വചനത്തിലുണ്ട്, റളിയല്ലാഹു അൻഹ യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുക, വാണിംഗ് നൽകുക. ദലീലുൻ, തെളിവാണ്, അലൻ നഹി അനി തശബ്ബുഹ് ബിൻ നസാറ, നസാറാക്കളോട് സദൃശമാകലിനുള്ള
നിരോധനത്തിന് അതിന് തെളിവുണ്ട്. വലാസിയമാ ഫിൽ ഉമൂരിൽ അഖീദ ഫി ഉമൂരിൽ അഖീദ, പ്രത്യേകിച്ച് അഖീദ വിശ്വാസ വിഷയങ്ങളിൽ. മസ്അലത്തു സാബിഅ, ഏഴാമത്തെ മസ്അല, അന്നല്ലദീന യബ്നൂന അലൽ ഖുബൂരി വല്ലദീന യദ്ഹബൂന ഇലൈഹാ ലിത്തഅബ്ബുദി ഇൻദഹാഹും ശിറാറുൽ ഖൽഖി. ഖബറുകൾക്ക് മേൽ എടുപ്പെടുക്കുകയും അവിടെ ഇബാദത്തിന് വേണ്ടി അതിലേക്ക് പോവുകയും ചെയ്യുന്നവര് അവര് സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ്. ലാ അഹദ ഷർറു മിൻഹും, അവരെക്കാളും ഷർറിന്റെ ആൾക്കാർ, തിന്മയുടെ ആൾക്കാരില്ല. ലിഅന്ന മഅസിയതഹും ഫൗഖ കുല്ലി മഅസിയത്ത്, എല്ലാ പാപത്തിന്റെയും മേലെയാണ് അവരുടെ പാപം. ഫസ്സാനി വശാരിബുൽ ഖംരി വസ്സാരിഖു അഖഫു മിനല്ലദീ യബ്നി അലൽ ഖുബൂരി. അപ്പോൾ വ്യഭിചാരി, അതേപോലെ ഷാരിബുൽ ഖംർ കള്ളുകുടിയൻ, അതേപോലെ മോഷ്ടാവ്, ഇവരൊക്കെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്ന ആളെക്കാളും ലഘുവായ തിന്മയാണ് ചെയ്യുന്നത്. വലൗകാന സാഹിദൻ ആബിദൻ, ഇനി ഖബർ കെട്ടിപ്പൊക്കുന്ന ആള് സാഹിദ്, പരിത്യാഗി, സുഹൃത്തുള്ള ആളാണ്, ഇബാദത്തുള്ള ആളാണ് ഒക്കെ എങ്കിൽ പോലും. ഫസ്സാനി വശാരിബു അല്ലദീ യശ്റബുൽ ഖംറ വമഅഹു അസ്ലുൽ തൗഹീദി വഅസ്ലുൽ അഖീദത്തി ഹാദാ ഖൈറും മിനല്ലദീന യബ്നൂന അലൽ ഖുബൂർ. അപ്പോൾ വ്യഭിചാരി, അതേപോലെ കള്ളുകുടിയൻ അല്ലെങ്കിൽ മദ്യപാനി, അതുപോലുള്ള സംഗതികൾ ഉപയോഗിക്കുന്ന ആള്, അവന് തൗഹീദിന്റെ അസ്ൽ അവന്റെ കൂടെ ഉണ്ട്, അടിസ്ഥാനമുണ്ട് തൗഹീദ് എങ്കിൽ, അതേപോലെ അഖീദയുടെ അടിസ്ഥാനങ്ങൾ അവനുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട് അവനെങ്കിൽ, അവൻ ഖബറുകൾ കെട്ടിപ്പൊക്കുന്ന ആളെക്കാളും മെച്ചാണ്. വല്ലദീന യദ്ഹബൂന ലിൽ ഇബാദത്തി ഇൻദഹ, ആ ഖബറിന്റെ അടുത്ത് ഇബാദത്തിന് പോകുന്നവരെക്കാളും. വഇൻ കാനൂ യബ്കൂന ലൈല വന്നഹാർ, അവർ രാത്രിയും പകലും മുഴുവൻ കരയാണെങ്കിലും, വയസൂമൂൻ, അവർ നോമ്പ് നിൽക്കുകയാണെങ്കിലും, ഫഹും ശിറാറുൽ ഖൽഖി, അവർ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ്. വൽ അയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. അപ്പോൾ ഖബറുകളുടെ അടുത്ത് അവരോട് ദുആ ചെയ്യാൻ വേണ്ടി പോവുക, അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ഖബറിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ അള്ളാഹു കേൾക്കും, പ്രത്യേകിച്ച് പരിഗണിക്കും എന്ന വിശ്വാസത്തിൽ പോവുക, ഇതൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അൽ മസ്അലത്തു സാമിന, എട്ടാമത്തെ മസ്അല, ഫീഹി ദലീലുൻ അലാ അന്നൽ മുസവ്വിരീന ഹും ശിറാറുൽ ഖൽഖ്. രൂപങ്ങൾ, മനുഷ്യന്റെയും മറ്റ് ജന്തുക്കളുടെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ സൃഷ്ടികളിൽ ഏറ്റവും നികഷ്ടരാണ്. ലിഅന്ന ഫിഅലഹും ഹാദാ വസീലത്തുൻ ഇല ശിർക്ക്, കാരണം അവരുടെ ഈ പ്രവൃത്തി ശിർക്കിലേക്കുള്ള മാർഗമാണ്. വലിഅന്നഹു മുളാഹാത്തുൻ ലിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന് സദൃശം ഉണ്ടാക്കലാണ് അത് എന്നതിനാലും. അല്ലാഹു തആല പറഞ്ഞു ഫിൽ ഹദീസിൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞതായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദ്ധരണികളാണ് ഹദീസ് ഖുദ്സി എന്ന് പറയുന്നത്. വമൻ അദ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു ഖൽഖി, എന്റെ സൃഷ്ടിപ്പ് പോലെ സൃഷ്ടിപ്പ് നടത്താൻ വേണ്ടി തുനിയുന്നവൻ, അവനെക്കാളും വലിയ അക്രമി ആരുണ്ട്? അതൊരിക്കലും കഴിയില്ല. അങ്ങനെ ശ്രമിക്കുന്നവനെ സംബന്ധിച്ചാണ് പറയുന്നത്. യാനി ഉദ്ദേശിക്കുന്നു അൽ മുസവ്വിരീൻ, രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ. ഫയഖ്ലുഖു ഫൽയഖ്ലുഖു ഹബ്ബതൻ, അവരൊരു ധാന്യമണിയെങ്കിലും സൃഷ്ടിക്കട്ടെ. ഔ ലിയഖ്ലുഖു ഷൈറത്തൻ, അല്ലെങ്കിൽ ബാർലിമണി. വഹാദാ തഅജീസുൻ ലഹും, ഇത് അവര് ആ വിഷയത്തിൽ അശക്തരാണെന്നുള്ളതാണ്. ഫദല്ല അലാ, അപ്പോൾ അതറിയിച്ചു അന്നൽ മുസവ്വിരീന ഹും ശിറാറുൽ ഖൽഖി, രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ, ജന്തുക്കളുടെ, മനുഷ്യരുടെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ അവർ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരാണ്. സവാഉൻ കാനു യുസവ്വിറൂന ബിബിനാഇ തമാഥീൽ, അത് ബിംബങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിലും, ഔ യുസവ്വിറൂന ബിർറസ്മി, അല്ലെങ്കിൽ ചിത്രം കൊണ്ടാണെങ്കിലും, ഔ യുസവ്വിറൂന ബിൽതിഖാത്തി സ്വരി ബിൽ ആലത്തിൽ ഫോട്ടോഗ്രാഫിയത്തി, ഫോട്ടോഗ്രാഫി ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടാണെങ്കിലും, കുല്ലു ദാലിക ദാഖിലുൻ ഫിൽ വഈദി വന്നഹി ശദീദ്, അതൊക്കെ ശക്തമായ നിരോധനം അല്ലെങ്കിൽ മുന്നറിയിപ്പിൽ ഉൾപ്പെടുന്നു. വഅന്നഹും ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവരൊക്കെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷിറാറാണ്, തിന്മയുടെ ആൾക്കാരാണ്. വമൻ അഖ്റജ തസ്വീറ ബിൽ കംറത്തി, അപ്പൊ ക്യാമറ കൊണ്ട് രൂപം എടുക്കുക, അതായത് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുക എന്നുള്ളത്, അത് ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞവർ അൻഹുക്കുമി തസ്വീർ, തസ്വീറിന്റെ വിധിയിൽ നിന്ന് അൽ മൻഹി, നിരോധിക്കപ്പെട്ട, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച തസ്വീർ, ചിത്രങ്ങൾ, അതിന്റെ പരിധിയിൽ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ, പിന്നെ ജന്തുക്കളുടെ രൂപങ്ങളൊക്കെ എടുക്കുന്നത്, അത് ഉൾപ്പെടില്ല എന്ന് പറഞ്ഞവർ ഫലൈസ ലഹു ദലീലുൻ വലാ ഇബറത്തുൻ ബിഖൗലിഹി, അതിന് അവർക്ക് തെളിവില്ല, അതിന് അവരുടെ വാക്ക്, ആ അഭിപ്രായം പരിഗണനീയം അല്ല എന്നതാണ് ആര് പറയുന്നത്? ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് അവർ പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എടുക്കാം, ഐഡന്റിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാം. അതല്ലാതെ വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് എപ്പോഴും പിന്നെ FB-യിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എപ്പോഴെപ്പോഴൊക്കെ പ്രൊഫൈൽ മാറ്റുക, അതൊക്കെ ഒരു തരം ഒരു സെൽഫ് വർഷിപ്പ് അല്ലെങ്കിൽ ഹീറോ വർഷിപ്പിലേക്കൊക്കെ നയിക്കുന്ന കാര്യങ്ങളാണ്.
المسألة التاسعة ഒമ്പതാമത്തെ مسألة في الحديث دليل على وجوب الاهتمام بأمر العقيدة. അഖീദയുടെ കാര്യം പ്രധാനമാണ്, അതിൽ അതീവ ശ്രദ്ധ പുലർത്തണം, അത് നിർബന്ധമാണ് എന്നതിലേക്ക് ഇതിൽ തെളിവുണ്ട്. വദ്ദഅവതി ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കുന്നതിനും. ഖബല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും മുമ്പേ. മിൻ അൻവാഇൽ ഫസാദി, ഫസാദിന്റെ ഇനങ്ങളിൽപ്പെട്ട എല്ലാ കാര്യത്തിനേക്കാളും മുമ്പേ ഷിർക്കിന് എതിരെ പ്രവർത്തിക്കണം എന്നുള്ള. നബ്ദഉ ബി ഇസ്ലാഹിൽ അഖീദത്തി ഖബല ഇസ്ലാഹിൽ ഉമൂരിൽ ഉഖ്റ, മറ്റു കാര്യങ്ങൾ ശരിയാക്കുന്നതിന് മുമ്പ് അഖീദയുടെ കാര്യങ്ങൾ ശരിയാക്കാൻ നമ്മൾ തുടങ്ങണം എന്നതാണ്. ലിഅന്ന ഹാദാ മൻഹജുൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, കാരണം ഇതാണ് അംബിയാക്കളുടെ മൻഹജ്, രീതിശാസ്ത്രം എന്നത്. അൽ മസ്അലത്തുൽ ആശറ, പത്താമത്തെ മസല. ഫിൽ ഹദീസി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അലാ കമാലി ഹിർസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മത്തിന്റെ ുള്ള അതിയായ ആഗ്രഹം, ഹിർസ്, അതായത് അവർ രക്ഷപ്പെടണം, ഉമ്മത്ത് രക്ഷപ്പെടണമെന്ന്. വനസീഹത്തിഹി ഉമ്മത്തി, അവിടുത്തെ ഉമ്മത്തിനോടുള്ള നബിയുടെ ഗുണകാംക്ഷ, നസീഹത്ത്. വഅന്നഹു ബല്ലഗൽ ബലാഗൽ മുബീൻ, വ്യക്തമായ എത്തിക്കലെത്തിച്ചു. ഹത്താ ഫി ആഖിരി ലഹ്ളത്തിൻ മിൻ ഹയാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ, അതായത് അവിടുന്ന് മരണമാസന്നമായി കിടക്കുമ്പോഴാണ് ഖബർ കെട്ടിപ്പൊക്കരുത് എന്ന നിലക്കുള്ള വാണിംഗ്, മുന്നറിയിപ്പ് നൽകിയത്. ബൽ ഫി ഹാലത്തിൽ ഹരിജത്ത്, വളരെ പ്രയാസകരമായ സാഹചര്യത്തിലും. വഹിയ ഹാലത്തുൽ ഇഹ്തിളാർ, അതായത് മരണമാസന്നമായ ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം ശ്രദ്ധിച്ചു, അത് മുന്നറിയിപ്പ് നൽകി എന്നതാണ്. 11ാമത്തെ മസല, അൽ മസ്അലത്തുൽ ഹാദിയത അശറ, ലാസ്റ്റ് മസലയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫീഹി ദലീലുൻ, ഇതിൽ തെളിവുണ്ട്, അലാ ബയാനിൽ ഹിക്മത്തി മിൻ ദഫ്നിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ മറമാടിയതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്. വഅദമി ദഫ്നിഹി ഫിൽ മഖ്ബറത്തിൽ ആമ്മ, പൊതു ഖബർസ്ഥാനിൽ മറമാടാതിരുന്നതിന്റെയും ഹിക്മത്ത്. അതെന്താണ്? അന്ന ദാലിക ലിഅജ്ലിൽ ഹിഫാദി അലാ അഖീദത്തിൽ മുസ്ലിമീന മിനൽ ഉലുവി ഫീ ഹഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഉലുവ്, അതിര് കവിച്ചിൽ മുസ്ലിങ്ങളുടെ അഖീദയിൽ ഉണ്ടാകുന്നത്, അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ മക്കളിൽ അവരുടെ അമ്പിയാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയൊക്കെ ഖബറുകൾ കടുത്ത് പ്രവർത്തിക്കപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് പ്രവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാദാ ഹുവ ബയാനുൽ ഹിക്മ, ഇതാണ് ആ ഹിക്മത്തിന്റെ വിശദീകരണം. വഹാദാ ഫീഹി ബയാനുൽ ഇഷ്കാലിൽ ലദീ ലാ യസാലു യതറദ്ദദു ഇൻദ ബഅദിൻ നാസ് വയഖൂലൂൻ, അതേപോലെ ഇതിൽ ചില ആളുകൾക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഇഷ്കാല്, സംശയം, അതിനെ സംബന്ധിച്ചുള്ള വിവരണം ഉണ്ട്. യഖൂലൂൻ, അവർ പറയുന്നു, ചില ആൾക്കാർ പറയുന്നു, ഇന്ന മസ്ജിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മബ്നിയുൻ അലൽ ഖബർ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് എന്നത് മസ്ജിദ് നബവി, അത് ഖബറിന്റെ മേൽ പണിയപ്പെട്ടതാണ് എന്ന് ചില ആൾക്കാർ വാദിക്കുന്നു. ഫഹാദാ ദലീലുൻ അലാ ജവാസിൽ ബിനാഇ അലൽ ഖുബൂരി ബിസാമി, അവരുടെ വാദപ്രകാരം ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കുക എന്നത് അനുവദനീയമാണ് എന്നതിലേക്ക് ഇതിൽ തെളിവുണ്ട്. വദഖൂൽ, എന്നാൽ നാം പറയുന്നു, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുദ്ഫൻ ഫിൽ മസ്ജിദ്, മസ്ജിദിൽ മറമാടപ്പെട്ടിട്ടില്ല. വഇന്നമാ ദുഫിന ഫി ബൈതിഹി ഖാരിജൽ മസ്ജിദ്, മസ്ജിദിന്റെ പുറത്ത് അവിടുത്തെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടപ്പെട്ടത്. വൽ ഹിക്മത്തു ഫി ദാലിക, ഇതിലുള്ള ഹിക്മത്ത് മാ ദക്കറതുഹു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പരാമർശിച്ച കാര്യമാണ് ഇതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്. അന്നഹു ഖശിയ അൻ യുത്തഖദ മസ്ജിദ, ആ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് മസ്ജിദ് ആക്കപ്പെടും എന്ന് അവിടുന്ന് ഭയപ്പെട്ടു. ഫൽ ബൈത്തു മുൻഫരിദുൻ അനിൽ മസ്ജിദ്, അപ്പോൾ മസ്ജിദിൽ നിന്ന് വേറിട്ടാണ് ബൈത്ത്, വീടുള്ളത്. വഫീ മഅസിലിൻ അൽ മസ്ജിദ്, മസ്ജിദിൽ നിന്ന് മാറി. ഇന്നമാ ഉദ്ഖിലൽ ബൈത്തു ഫിൽ മസ്ജിദി ബഅദ അഹദിൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന് ശേഷമാണ് മസ്ജിദിൽ വീട് പ്രവേശിപ്പിക്കപ്പെട്ടത്. ഈ വഖത്തിൽ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ചക്രവർത്തിയുടെ രാജാവിന്റെ കാലത്ത്, ലമ്മ അറാദ അൻ യുവസ്സിഅൽ മസ്ജിദ, മസ്ജിദിൽ നബവി വിശാലമാക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചപ്പോൾ, അമ്മമ തൗസിഅത മിൻ ജിഹത്തിൽ മശ്രിഖ് ഫഅദ്ഖല ഹുജറത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹുജറത്ത്, ആ ബൈത്തും കൂടെ അതിൽ പ്രവേശിപ്പിച്ചു. വലം യകുൻ ഹാദാ ബി മശൂറത്തി അഹ്ലിൽ, ഇതാകട്ടെ പണ്ഡിതന്മാരോട് കൂടിയാലോചിച്ചായിരുന്നില്ല ചെയ്തത്. വൈനമാ ഹാദാ അമലുൽ ഖലീഫത്തി ബിദൂൻ മശൂറത്തി അഹ്ലിൽ ഇൽം, പണ്ഡിതന്മാരോടുള്ള കൂടിയാലോചന കൂടാതെ ഖലീഫയുടെ ഒരു പ്രവൃത്തി മാത്രമായിരുന്നു ഇത്. ലാക്കിൻ, പക്ഷെ എന്നിരുന്നാൽ പോലും ഹാദാ, ഇതോടൊപ്പം തന്നെ, ഫൽ ബൈത്തു ലാ യസാലു അലാ ശക്ലിഹി വഹിയാസത്തിഹി, ആ
ആ വീട്, നബിയുടെ വീട് അത് അതിന്റെ രൂപത്തിൽ തന്നെ, അതിന്റെ ഹിയാസത്തിൽ തന്നെ തുടരുന്നു. വൽ മസ്ജിദ് ലാ യസാലു അലാ വളുഹി വൽഹംദുലില്ലാഹ്, മസ്ജിദ് അതിൻ്റെതായ രൂപത്തിൽ തന്നെ സ്ഥാപിച്ചു. അൽഹംദുലില്ലാഹ്. വമാ യഹ്സുലു മിനൻ നാസിൽ ജുഹാലി ഇന്നമാ യകൂനു ഫിൽ മസ്ജിദി റസൂലി വലൈസ ഇൻദൽ ഖബരി. അപ്പോൾ ജാഹിലീങ്ങളായ ചില ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ മുൻനിർത്തിയിട്ടൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് ഖബറിന്റെ അടുത്തല്ല, സത്യത്തിൽ അത് മസ്ജിദുർ റസൂൽ, മസ്ജിദ് നബിക്കാത്തതാണ്. കാരണം ലിഅന്നൽ ഖബറ ബഈദുൻ അൻഹും, അവരിൽ നിന്നൊക്കെ വിദൂരത്താണ് ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ. വമസൂനുൻ അൻഹും, അവരിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. വലാ യറൗനഹു, ആർക്കും അത് കാണാനും പറ്റില്ല. വലിഹാദ, ഇക്കാരണത്താൽ ലമ്മാ ദഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ, റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്, അല്ലാഹു എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുതേ. ഇസ്തജാബ അല്ലാഹു ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകി. ഫസ്വാനഹു ഫി ബൈതി, അപ്പോൾ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ തന്നെ അല്ലാഹു സംരക്ഷിച്ചു. വലിഹാദ യഖൂലുൽ അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം, ഇക്കാരണത്താൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു: ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു വഅഹാതഹു ബിസലാത്തത്തിൽ ജുദ്റാനി. റബ്ബുൽ ആലമീൻ അവിടുത്തെ ദുആഇന് ഉത്തരം നൽകി, അങ്ങനെ 3 മതിലുകളാൽ അതിനെ ചുറ്റി എന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വാറൽ ഖബ്ർ ദാഖിലൽ ജുദ്റാൻ, മതിലുകൾക്ക് അകത്തായി ഖബർ. ഫലാ യുറാ അഹദ് അബദൻ, അപ്പോൾ അത് കാണപ്പെടുന്നതല്ല ഒരിക്കലും. വദാലിക സിയാനത്തൻ ലഹു, അത് അതിന് സംരക്ഷണമായിട്ടാണ്. അനിൽ ഉലുവി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിര് കവിയുന്നതിന് എതിരെയുള്ള സംരക്ഷണം ആയിട്ടാണ് എന്ന്.